Hi, welcome to Study with Z Square. If you like my channel, subscribe, share, like and comment. ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 5th ചാപ്റ്റർ എക്കണോമിക് സോഴ്സസ് എന്ന 5th ചാപ്റ്ററാണ്, സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും പോയി കാണുക, എന്നാലേ നമുക്കൊരു കണ്ടിന്യൂഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ, ഈ 3 സെക്ടേഴ്സിൻ്റെയും അതിൽ വരുന്ന ഒക്കുപേഷൻസൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു അല്ലേ. ഇനി സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എവരി ഒക്കുപേഷൻ ഇൻ അവർ കൺട്രി ഫോൾസ് അണ്ടർ ദി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ. നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ജോലിയും ഈ ഒരു 3 സെക്ടേഴ്സിൻ്റെ കീഴിലാണ് വരിക. ഇൻ ഇന്ത്യ, the availability of employment in primary, secondary and tertiary sectors varies. ഇന്ത്യയിൽ ഈ 3 മേഖലകളുണ്ടല്ലോ, ഈ 3 സെക്ടേഴ്സിലുള്ള തൊഴിൽ ലഭ്യത വ്യത്യസ്തമാണ്. You can find an increased access to employment in some sectors while it is not so in other sectors. ചില മേഖലകളിൽ തൊഴിൽ ലഭ്യത കൂടി വരുമ്പോൾ എന്താണ്, മറ്റ് ചില മേഖലകളിൽ എന്താണ് തൊഴിൽ ലഭ്യത കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. Then examine the table showing the percentage of employment availability in different sectors from 1993 to 2011. അപ്പോൾ 2011 വരെയുള്ള 1993 മുതൽ 2011 വരെയുള്ള എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഓരോ വെവ്വേറെ മേഖലകൾ അല്ലേ, നമ്മുടെ പ്രൈമറി സെക്ടർ അതുപോലെ ഓരോ സെക്ടേഴ്സിൻ്റെ കീഴിലും ഉള്ള എന്താണ് തൊഴിൽ ലഭ്യത എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ ഈച്ച് സെക്ടർ. പ്രൈമറി സെക്ടറിൽ നോക്കിയേ, ഇൻ 1993 64.9% ആയിരുന്നു അന്നത്തത്. പിന്നെ 2005 ആയപ്പോഴത്തോ 56.5% ആയി. പിന്നെയോ 2011 ആയപ്പോഴത്തേക്കും 53.2% ആയി. ഇനി സെക്കൻഡറി സെക്ടറിലോ 14.2 ഉള്ളായിരുന്നു അന്ന് 1993 ആകുമ്പോൾ. അത് 2011 ആയപ്പോഴേക്കും 21.5% ആയി, ഇൻക്രീസ് ആയില്ലേ. ഇനി ടെർഷ്യറി സെക്ടറിലോ 20.9% ആയിരുന്നു അന്നുള്ളത് 1993. പിന്നെ അതെന്തായി 25.3% ആയി, അതിലും ഇൻക്രീസ് വന്നു അല്ലേ 2011 ആയപ്പോഴേക്കും. Write your finding after analyzing table 2 based on the following indicators. Which sector shows an increased trend in the availability of employment? Which sector shows highest availability of employment in all periods? How much is the employment availability in primary sector greater than that of other 2 sectors in 2011? അപ്പോൾ നിങ്ങളത് ആ ടേബിൾ നോക്കിയിട്ട് ആൻസർ ചെയ്യും. ഈ ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണേ, പ്രൈമറി സെക്ടർ കുറഞ്ഞു വന്നില്ലേ. അന്നത്തെ കാലത്ത് കൃഷി ഒരുപാടായിരുന്നു 1993 ടൈമിലൊക്കെ. പിന്നെ 2011 ആയപ്പോൾ അത് കുറഞ്ഞു വന്നു. സെക്കൻഡറി സെക്ടറിലും ടെർഷ്യറി സെക്ടറിലും എന്ത് സംഭവിച്ചു, ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഏതെല്ലാം മേഖലകളിലാണ് തൊഴിൽ ലഭ്യത വർദ്ധിച്ചു വരുന്നത്? അപ്പോൾ സെക്കൻഡറി സെക്ടറിലും ടെർഷ്യറി സെക്ടറിലും. പിന്നെയോ ഏത് മേഖലയാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതലായിട്ട് നിൽക്കുന്ന ഏതാണ്, നമ്മുടെ പ്രൈമറി സെക്ടറിലാണ് അല്ലേ. Which sector shows highest availability of employment in all periods? Next നോക്കിയേ, you have seen that primary sector has more employment opportunities than the other sector. നമുക്ക് മനസ്സിലായില്ലേ, പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്ന്. ഇനി ഹിയർ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ദ ഫുഡ് റിക്വയർമെൻറ്റ് ഓഫ് അവർ കൺട്രി ഈസ് മെറ്റ് ബൈ പ്രൈമറി സെക്ടർ. നമുക്കറിയാം പ്രൈമറി സെക്ടറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഫുഡ് റിക്വയർമെൻറ്റ്, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിക്കുന്നതൊക്കെ നമ്മുടെ ഏത് മേഖലയാണ്, നമ്മുടെ പ്രൈമറി സെക്ടർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ഇനി നോക്കിയേ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ത്യ ഹാസ് ബീൻ ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി സെക്ടർ സിൻസ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷം പ്രൈമറി സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഹാവ് ബ്രോഡ് അബൌട്ട് മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഇന്ത്യയുടെ നല്ല പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ
നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിലുള്ളത്. ദർ ഹാസ് ബീൻ നോട്ടീസബിൾ ഇൻക്രീസ് നോട്ട് ഓൺലി ഇൻ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബട്ട് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആസ് വെൽ. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷനിലും ഇൻക്രീസ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ദിസ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രെൻഡ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ഡിഫറെൻറ്റ് പീരീഡ്. നോക്കിയേ, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നെക്സ്റ്റ് ആ കാണുന്നത്. അപ്പം നമുക്ക് നോക്കാം. 1970-71 വരെ 108.4 ആയിരുന്നു നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷന്. 1 മില്യൺ ടോൺസ് ആണ്. ദെൻ ഓക്കെ, നെക്സ്റ്റ് 1990-91 176.4% ആയി. അത് 2011-2012 ആയപ്പോഴത്തെ എത്രയായി? 257.4% ആയി. നല്ല ഇൻക്രീസ്മെൻ്റ് ആണല്ലേ, നല്ല ഇൻക്രീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ്? എങ്ങനത്തെ ടൈപ്പ് ആണ് നമ്മുടെ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നല്ല ഇൻക്രീസ് ആണല്ലേ. നല്ല ഇന്ത്യയിൽ നല്ല ഭക്ഷ്യോൽപാദനം നല്ലോണം വർദ്ധിച്ച് വരുന്നതെന്നാണ് നമുക്ക് ആ ഡയഗ്രാമത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. ദ ഡയഗ്രാം സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് എ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ച് വരുന്നു എന്നാണ് നമുക്ക് ഈ ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ബട്ട് പോവർട്ടി സ്റ്റിൽ പെർസിസ്റ്റ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ ഈവൻ ആഫ്റ്റർ ദ ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ. നമുക്ക് ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാവും ഇതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. വൺ മേ ബി ദ റീസൺ ഡിഫക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിൽ വരുന്ന അപാകത അല്ലേ. ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്, ആളുകളുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷിക്കുറവ്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പൈസ കാണില്ല അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് ആഡിക്വറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി. ഫുഡ് സെക്യൂരിറ്റി എപ്പോഴാണ് അറ്റൈൻ ചെയ്യുക? ദർ ഈസ് ആഡിക്വറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി. ആവശ്യത്തിനുള്ള ഫുഡ്, അതിന് ആവശ്യത്തിനുള്ള ഫുഡ് ലഭിക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ എന്നാണ് ഈ ഫുഡ് സെക്യൂരിറ്റി പറയുക. അപ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. അപ്പോൾ എപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റി? വെൻ ദ ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് ദർ ഈസ് ആഡിക്വറ്റ് അവൈലബിലിറ്റി. ആഡിക്വേറ്റ് അവൈലബിലിറ്റിയാണ്, ആവശ്യാനുസരണം ലഭ്യമാകണം. ടു ഫുഡ് ടു ദ നീഡി, ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭിക്കുമ്പോഴാണ്, ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുമ്പോഴാണ് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ് വെൻ all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. എന്താണ് പറയുന്നത്? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ അത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള സാമ്പത്തികമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ്? എപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത്? വെൻ ഓൾ പീപ്പിൾ, എല്ലാ മനുഷ്യർക്കും അറ്റ് ഓൾ ടൈംസ്, എല്ലാ ടൈംസിലും ഹാവ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ആക്സസ്, എന്താ ഭൗതികമായോ അല്ലെങ്കിൽ എക്കണോമിക് സാമ്പത്തികമായുള്ള കഴിവുണ്ടാവുക. ടു സഫിഷ്യൻറ്റ്, അവർക്ക് എനേബിൾ ആവുക, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ്, അവർക്ക് ആവശ്യം അത്രയും ന്യൂട്രീഷ്യസ് ഫുഡ് ലഭിക്കാൻ. ടു മീറ്റ് ദ ഡയറ്ററി നീഡ്സ് ആൻഡ് ഫുഡ് പ്രിഫറൻസ് ഫോർ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്, അവരുടെ ജീവിതം നല്ല രീതിക്കാവാൻ വേണ്ടി, അവരുടെ എന്താ പറയുക ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോഴാണ് ഭക്ഷ്യസുരക്ഷ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ് ആവുന്നത്? ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ് when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life.
Okay, then next poverty. As per the recommendation of the Planning Commission, the people in urban areas whose intake of nutritious food is less than 2100 calories and those in rural areas whose intake of nutritious food is less than 2400 calories experience poverty. എപ്പോഴാണ് പോവർട്ടി ഉണ്ടാവുന്നതെന്ന് പറയുന്നത് പ്ലാനിങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം അർബൺ എന്താ പറയുക സിറ്റി ലൈഫ് അല്ലെങ്കിൽ ടൗണിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് 2100 കലോറീസിൻ്റെ താഴെയാണ് അവരുടെ ഫുഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ അവർ പോവർട്ടിയിലാണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ 2400 കലോറീസിൻ്റെ കീഴിലാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യും എക്സ്പീരിയൻസ് പോവർട്ടി. Okay, the economic survey 2011 to 2012 states that the percentage of poverty in India is 29.8% in Bihar, with the highest of 53.5% Himachal Pradesh, with the lowest of 9.5%. Kerala has a poverty rate of 12%. ഏറ്റവും കൂടുതൽ പോവർട്ടി ഉള്ളത് ബീഹാറിൽ, അതുപോലെ ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിൽ. ഓക്കെ. By analyzing the definition of food security, what conclusion do you arrive at? All people should get food. Food should be made available at all times. Food should be nutritious food, and all peoples have economic sources for buying foods. Then നോക്കിയാൽ അടുത്ത poverty alleviation and programs. Governments are trying to ensure food security by strengthening the public distribution system and implementing various poverty alleviation programs. Have a look at the projects and programs being implemented by governments. നമ്മുടെ നാട്ടിൽ പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും ഉണ്ടല്ലേ. അങ്ങനത്തെ പരിപാടികളൊക്കെ നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ, ശരിയല്ലേ? ഇനി നോക്കിയേ, സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന കുറച്ച് പ്രധാന പദ്ധതികൾ അതുപോലെ പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗവൺമെൻറ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അന്നപൂർണ എന്താണ് സർക്കാർ പരിപാടി, എന്താണ് ഗവൺമെൻറ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? അതിൽ നമ്മുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് കൊടുക്കുന്ന ശിശു വികസന പരിപാടികളിൽ അന്നപൂർണ എന്ന പ്രൊജക്റ്റാണ് നടപ്പാക്കുന്നത്. ഇനിയോ അതുപോലെ തന്നെ എന്താണ് അദ്യോദ്യ അന്ന യോജന, അതാണ് നമ്മുടെ മിഡ് ഡേ മീൽ പ്രോഗ്രാം മറ്റ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പരിപാടി നടക്കലുണ്ടല്ലോ, അതാണത്. ഇനി നെക്സ്റ്റ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് പറയുന്നത്. അതാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, അതാണ് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണിത്. ഇനി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന, അതും ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഇനി നെക്സ്റ്റ് പേജിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഗവൺമെൻറ് പ്രൊജക്ട്സ് പറഞ്ഞല്ലോ, അവയുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, ബെനിഫിഷ്യൽ ടു ഓൾ അൺഎംപ്ലോയ്ഡ് ഇൻ അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിലുള്ള ജോലി രഹിതരായ ആൾക്കാർക്കുള്ള ബെനിഫിറ്റാണത്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കുള്ള പ്രയോജനമാണ് ഈ പ്രൊജക്റ്റ്. പിന്നെയോ എൻകറേജസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കീഴിൽ നടക്കുന്നത്. ഇനി മിഡ് ഡേ മീൽ പ്രോഗ്രാം, അതാണ് നമ്മുടെ സ്കൂളിലല്ലേ, ബെനിഫിഷ്യൽ ടു ദ സ്റ്റുഡൻസ് അപ് ടു 8th സ്റ്റാൻഡേർഡ് ഇൻ ഓൾ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. എല്ലാ ഗവൺമെൻറ്റും അതുപോലെ എയ്ഡഡ് സ്കൂൾസിലും 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് നൽകുക. എൻഷുർ ന്യൂട്രീഷ്യസ് ഫുഡ് ത്രൂ സ്കൂൾസ്, അതുപോലെ തന്നെ എന്താണ് സ്കൂൾ മുഖേന എന്ത് ചെയ്യുക, പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുക. ഇനി നെക്സ്റ്റ് അന്നപൂർണ, ബെനിഫിഷ്യൽ ടു പീപ്പിൾ ഹു ആർ എബോവ് 65 years ഓഫ് ഏജ് ആൻഡ് ഹാവിങ് നോ ഇൻകം. ഒരു ഇൻകമും ഇല്ലാത്ത 65 വയസ്സായ ഒരു വരുമാനമില്ലാത്ത 65 വയസ്സിന് മേലെയുള്ള പ്രായമുള്ളവർക്കുള്ള ഒരു പ്രയോജനമാണ് എന്ത്, അന്നപൂർണ. അതുപോലെ തന്നെ മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുക, അതൊക്കെയാണ് അന്നപൂർണയുടെ ലക്ഷ്യം. ഫോർ സപ്ലൈ ഓഫ് 10 kilogram ഓഫ് റൈസ് ത്രൂ റേഷൻ ഷോപ്പ്. പിന്നെ അന്ത്യോദയ അന്ന യോജന, ബെനിഫിഷ്യൽ ടു ദ
പൂറസ്റ്റ് ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ. BPLകാർക്ക് ഉള്ള എന്താ പറയുക ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കുള്ളതാണ് ഇത്. പിന്നെയോ മാസം 35 കിലോ അരി 3 രൂപക്കും അതുപോലെ ഗോതമ്പാണെങ്കിൽ എന്താണ് 2 രൂപക്കുമാണ്. അപ്പോൾ സപ്ലൈ ഓഫ് 35 കിലോഗ്രാം ഓഫ് റൈസ് ആൻഡ് വീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 3 and Rs2 പെർ മന്ത് റെസ്പെക്റ്റീവ്ലി. ഇനി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്താണ്? പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, സ്വയം സഹായ സംഘടനകൾക്ക് സഹായം നൽകുക. പിന്നെയോ പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ്, നമ്മുടെ ബാങ്ക് വായ്പ നൽകുക, അതുപോലെ തന്നെ സബ്സിഡിയൊക്കെ അതിലൂടെയൊക്കെ പണം നൽകുക. നെക്സ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇംപ്ലിമെൻറ്റഡ് ത്രൂ അംഗൻവാടീസ്. അംഗൻവാടീസിലൂടെ അല്ലേ, നമുക്കറിയാം അമൃതപ്പൊടിയൊക്കെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത്. ആർക്കൊക്കെയാണ് അമൃതപ്പൊടിയൊക്കെ കിട്ടുക, ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കിട്ടുന്നത്? 6 വയസ്സിൻ്റെ കീഴിലേക്കുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഗർഭിണികളായ പെൺകുട്ടികൾക്ക്, ഇവയ്ക്കൊക്കെയാണ് എന്ത് കിട്ടുക? ന്യൂട്രീഷ്യസ് ഫുഡ് അംഗൻവാടിയിലൂടെ കിട്ടുന്നത്. എൻഷുർ എ ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ കീഴിലുള്ളത്. ഇനി നെക്സ്റ്റ് മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ബെനിഫിഷ്യൽ ടു ദോസ് ഹൂ ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. ആർക്കാണോ വർക്ക് ചെയ്യാൻ താല്പര്യം അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിഷ്യറിയാണ്. നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയിലെ ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധരായ ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം. അതിൽ 100 ദിവസത്തെ തൊഴിൽ എന്തായാലും ഉറപ്പായിട്ട് നൽകും. അതാണല്ലോ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി. പിന്നെയോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുക ആരാണ്? സ്ത്രീകൾക്കാണ് അതിൽ കൂടുതൽ ബെനിഫിഷ്യറീസ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ആണ്, നല്ല ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ഫങ്ഷൻസും അതൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് കേരള ആൻഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. കേരളവും പൊതുവിതരണ സമ്പ്രദായവും. കേരള ഈസ് നോട്ട് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ്. നമുക്കറിയാമല്ലേ നമ്മുടെ കേരളം നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ളൊരു സംസ്ഥാനമാണോ? അല്ല. നമുക്ക് ഭക്ഷണങ്ങൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടതുണ്ട് അല്ലേ. സോ വി ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ്സ് ഫോർ ഫുഡ്. ശരിയാണ്. കേരള ഹാസ് എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു പൊതുവിതരണ സമ്പ്രദായം തന്നെ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ കേരള ഹാസ് എ സ്ട്രോങ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ കേരളത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻസ് ഔട്ട്ലെറ്റ്സ് ഇൻ കേരള സപ്ലൈ റൈസ്, ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് അതർ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു ദ നീഡി അറ്റ് ഫെയർ പ്രൈസ്. എന്താ പറയുന്നത്? കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ആണ് അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ സാധനങ്ങളൊക്കെ ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായമായൊരു വില ഉണ്ടാവുമല്ലോ അതിൽ ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നമുക്കറിയാലേ റേഷൻ ഷോപ്പ്, അതുപോലെ തന്നെ മാവേലി സ്റ്റോർ, ഇങ്ങനത്തെയൊക്കെ കടകളുണ്ടല്ലോ. അതിലൂടെയൊക്കെ നമുക്ക് ന്യായമായൊരു വിലയിലല്ലേ സാധനങ്ങൾ ലഭിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ടു പീപ്പിൾ അറ്റ് ഫെയർ പ്രൈസ്. ദർ ആർ മെനി ഏജൻസീസ് ഫങ്ഷനിങ് വിത്ത് ഇറ്റ്. അപ്പം ഒരുപാട് ഏജൻസീസ് ഉണ്ട്. നമുക്കിങ്ങനെ നമ്മുടെ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഒരുപാട് ഏജൻസികളുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ ജസ്റ്റ് അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഇനി എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ഫുഡ് ഐറ്റംസ് ആൻഡ് other essential commodities to people at reasonable prices, and the entire chain of such organizations are controlled by the government. എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം എന്ന് പറഞ്ഞാൽ? ന്യായമായ വിലക്ക് നമുക്ക് സമൂഹത്തിലെ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക? ഭക്ഷ്യവസ്തുക്കളും അതുപോലെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ നൽകുവാൻ
ചുമതലപ്പെട്ടതുമാണ്. പിന്നെന്താണ്, നമ്മുടെ സർക്കാർ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണിത്. അതുപോലെ തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റസ് സി സം ഓഫ് ദം, കുറച്ചെണ്ണം നമുക്ക് പരിചയപ്പെടാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് കോളത്തിലെ ഏജൻസീസ്, നെക്സ്റ്റ് കമ്മോഡിറ്റീസ് അവൈലബിൾ, എന്തൊക്കെയാണ് ലഭിക്കുന്ന വസ്തുക്കളെന്ന്. ഫസ്റ്റ് വൺ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്, അതിൽ പൊതുവിതരണ കേന്ദ്രം എന്ന് പറയും മലയാളത്തിൽ. അതിൽ എന്തൊക്കെയാണ്, റൈസ്, വീറ്റ്, ഷുഗർ, കെറോസിൻ, മണ്ണെണ്ണ. അപ്പോൾ വീറ്റ്, ഗോതമ്പ്, അരി, പഞ്ചസാര, മണ്ണെണ്ണ ഇവയൊക്കെയാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റിൽ കിട്ടുക. പിന്നെയോ ഹോർട്ടികോപ്പിലോ പച്ചക്കറികൾ കിട്ടും. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, അതുപോലെ നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, അതുപോലെ തന്നെ ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഇവയിലൊക്കെ ഓൾ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ഒക്കെ ലഭ്യമാകും. അപ്പം ഇത് കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് കുറച്ച് ഔട്ട്ലെറ്റ്സ് അതുപോലെ ഏജൻസീസ് എന്നൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. Next, challenges to food production. Through the production and distribution of food are effectively managed by the public distribution system. നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നന്നായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ സ്റ്റിൽ ഫേസസ് സർട്ടൻ ചലഞ്ചസ്. നമ്മുടെ സെക്ടർ, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നന്നായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലേ. ലെറ്റ് us have a look at these challenges. എന്തൊക്കെയാണെന്നൊക്കെ, ആ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ കൊളേക്ട് ഗിവൺ ബിലോ, അടിയിൽ തന്നിട്ടുള്ളത് ഷോർട്ട് കട്ട്സ് നോക്കൂ. സബ്സിഡി കട്ട് ഷോർട്ട് ഫാർമേഴ്സ് ഇൻ ക്രൈസിസ്, സബ്സിഡി വെട്ടിക്കുറച്ചു കർഷകർ പ്രതിസന്ധിയിൽ. പിന്നെയോ മിസ്യൂസ് ഓഫ് ഫാം ലാൻഡ്സ്, സ്റ്റീപ്പ് ഡൗൺഫോൾ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, എന്താണ് കൃഷിഭൂമികളൊക്കെ വഴിമാറുന്നു, ഭക്ഷ്യോൽപാദനത്തിന് ഗണ്യമായ കുറവ്. ഇതൊക്കെ പത്രത്തിലെ ഹെഡിങ്സ് ആണ്. നാച്ചുറൽ കലാമിറ്റി, ഫാൾ ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, എക്കണോമിക് ക്രൈസിസ്, മെക്കനൈസേഷൻ. അപ്പം എന്താ, കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാകുന്നു, പ്രകൃതിക്ഷോഭം, ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പത്രത്തിലെ ഹെഡിങ്സ്. ഇനി നോക്കിയ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്താണ്. ദ പാർലമെൻറ്റ് പാസ്ഡ് ദ ബിൽ ഇൻ 2013. ഫീച്ചേഴ്സ്, ഫുഡ് സെക്യൂരിറ്റി ഈസ് ദ ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെൻറ്. എന്താ പറയുക, ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. പിന്നെ 2013 പാർലമെൻറ്റ് അംഗീകരിച്ചത് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇനി എൻഷുർ ആഡ്വക്കേറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അറ്റ് ഫെയർ പ്രൈസ് ടു ഓൾ പീപ്പിൾ. ആവശ്യമുള്ള അത്രയും പോഷകപ്രധാനമായ ഭക്ഷണങ്ങളുണ്ടല്ലോ, അവ ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. അതാണ് എൻഷുർ ആഡ്വക്കേറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അറ്റ് ഫെയർ പ്രൈസ് ടു ഓൾ പീപ്പിൾസ്. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ഈസ് ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെൻറ്. പിന്നെയോ അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് സിറ്റിസൺ. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ എന്താണ്, നിയമപരമായ ഒരു അവകാശമാണ്. ഇതാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. എന്നാണ് പാസ്സായത്, പാർലമെൻറ്റിലെ 2013 ബില്ലായിട്ടാണ് പാസ്സായത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, the news college given above displays some of the challenges faced by the food production sector. List out the challenges. Crop failure due to natural calamities. അപ്പോൾ എന്താണ്, ഭക്ഷ്യോൽപാദന രംഗത്ത് നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. അത് ചിലതൊക്കെ നമ്മൾ മുകളിൽ വായിച്ചില്ലേ. ഇനി അതിൻ്റെ ബാക്കി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ക്രോപ്പ് ഫെയിലിയർ ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന കൃഷിനാശം. യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്, കൃഷിഭൂമികൾ എന്ത് ചെയ്യുക, നമ്മൾ ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പോക്കാൻ മറ്റു ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്, അതുപോലെ തന്നെ സബ്സിഡി കുറയ്ക്കുക. അണേബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻസ് ഒക്കെ വില കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ക്ലൈമറ്റ് ചേഞ്ചസ്, അതുപോലെ അണേബിൾ ടു എൻഷുർ ക്രോപ്പ് ഇൻഷുറൻസ് പരിരക്ഷ എന്ത് ചെയ്യുക, ഉറപ്പാക്കാൻ കഴിയാത്തൊരവസ്ഥ. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, റെഡ്യൂസിങ് സോയിൽ ഫെർട്ടിലിറ്റി.
അപ്പോൾ എന്താണ് രാസവളങ്ങൾ ഫെർട്ടിലൈസേഴ്സ് ഒരുപാടായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ സോയിൽ ഫെർട്ടിലിറ്റി കുറയ്ക്കുക. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദീസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ബി അഡ്രസ്ഡ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ബൈ ഇംപ്രൂവിങ് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ഈ വെല്ലുവിളികളൊക്കെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും അതുപോലെ ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി നമുക്ക് ഭക്ഷ്യസുരക്ഷ അതുപോലെ എന്താണ് ഫുഡ് സെക്യൂരിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കുറയുന്നത് എന്നുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.